പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശന മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി. മൂന്നാം മുറയും അഴിമതിയും കണ്ടുനിൽക്കില്ലെന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പോക്സോ കേസ് വരെ പോലീസ് അട്ടിമറിച്ചെന്നും അത്തരക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന മുന്നറിയിപ്പല്ലേ ഇപ്പോൾ മുഖ്യമന്ത്രി നൽകുന്നത്? എവിടെയായിരുന്നു ഈ വാക്കുകൾ? പോലീസിന്റെ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് പോലീസിനെതിരെ വ്യാപകമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു യോഗം ചേരുന്നത് എന്നുള്ളത്. അത് തന്നെയാണ് യോഗത്തിലും പ്രധാനമായിട്ടും ചർച്ചയായത്. പോലീസിനെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെ മുഖ്യമന്ത്രിയും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ള മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, കർശന നടപടിയും ഉണ്ടാകുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഉന്നതതല പോലീസ് യോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഉദാഹരണം വരെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലെ പോക്സോ കേസ്, അതായത് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടായി നിന്നുകൊണ്ട് അട്ടിമറിച്ചിട്ടുള്ള പത്തനംതിട്ടയിലെ പോക്സോ കേസാണ് മുഖ്യമന്ത്രി പ്രധാനമായിട്ടും യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അതായത് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയിൽ വീഴ്ച വരുത്തിയ SP ആയിരുന്ന VG വിനോദ് കുമാർ മുതൽ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വരെ ഇതിന്റെ അകത്ത് ഭാഗമായിട്ടുണ്ട്. അത് പേരെടുത്ത് പറയാതെ തന്നെ മുഖ്യമന്ത്രി യോഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുടെയും ആവശ്യമില്ല, അവിടെ നടപടി ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മൂന്നാം മുറ അനുവദിക്കില്ല എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ട്. അതായത് പോലീസിനെതിരെ വ്യാപകമായിട്ടുള്ള കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ പരാമർശം എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് മൂന്നാം മുറയുമായി ബന്ധപ്പെട്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ്. പത്തനംതിട്ട മുൻ SP യുടെ പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി.